ക്രിസ്മസിൻ്റെ സ്റ്റാർ ഉണ്ടാക്കാനാണ്. ഇതേപോലുള്ള സ്റ്റാർ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് പേപ്പർ എടുക്കുക. വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റിബൺ മാതിരി കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതേപോലത്തെ 2 പേപ്പർ, പിന്നെ കുറച്ചുകൂടെ വലുപ്പമുള്ളത് ഇത്രയുള്ള ഒരു പേപ്പർ, അല്പം വീതി നീളം കൂടിയിരിക്കണം. ഇനി 2 ചെറിയ പേപ്പറാണ്, 2 ചെറിയ ഷീറ്റ് പേപ്പറാണ് വേണ്ടത്. ഇതിലേക്കാട്ടിയും ചെറുത്, അല്പം കൂടെ ചെറുതായിരിക്കണം. ഇതുവരെ അതേപോലെയുള്ള 2 പേപ്പറുകൊണ്ട് വീതി കൂട്ടിയെടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്യും. വീണ്ടും ഇതേപോലെ ഒന്നുകൂടെ കട്ട് ചെയ്യുമ്പോൾ കണക്കാം. എന്നിട്ട് ഇതേപോലുള്ളൊരു പച്ച ഷീറ്റും കൂടെ കട്ട് ചെയ്തെടുക്കുക. നോക്കൂ, ഇതേപോലെ ഒരു പച്ച ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ആദ്യം നമ്മൾ കട്ട് ചെയ്തതിനെക്കാട്ടി അല്പം കൂടെ നീളം കൂടിയതായിരിക്കണം. ഇപ്പോൾ ഏകദേശം ഈ രൂപത്തിലായിരിക്കണം. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്ത പേപ്പർ എടുക്കാം. ഇതേപോലെ മടക്കണം. ആദ്യം കട്ട് ചെയ്തത് ഇതേപോലെ മടക്കി, ഇനി രണ്ടാമത് കട്ട് ചെയ്തത് എടുക്കണം. രണ്ടാമത് കട്ട് ചെയ്തത് എടുത്തിട്ട് അല്പം കൂടെ ചെറുതായിട്ട് മടക്കുക. ഇനി അല്പം താഴ്ന്നിരിക്കണം. ആ സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് മടക്കാം. ആ സൈഡ് ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇതേപോലെ യോജിപ്പിക്കുക. ഇനി 2 കൂടെ വേണം, 2 പേപ്പർ കൂടെ വേണം. അതിനെ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം. അതിൽ നിന്ന് താഴോട്ട് നിൽക്കണം. വീണ്ടും ഒന്നുകൂടെ ഈ സൈഡിൽ ഒന്നുകൂടെ എടുക്കണം. ഇതേപോലെ നമ്മൾ എടുത്തിട്ട് സ്റ്റാപ്ലർ പിന്നെടുത്ത് ഇത് നമ്മൾ യോജിപ്പിക്കുകയാണ്. സ്റ്റാപ്ലർ പിന്ന് യോജിപ്പിച്ചു. വീണ്ടും നമ്മൾ ഈ അവസാനം കത്തിയ ഒരു ഗ്രീൻ കളർ ഷീറ്റില്ലേ, അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് യോജിപ്പിക്കണം. ഇതേപോലെ ഇങ്ങനെ വേണം. ഇനി ഇതിനെ സ്റ്റിക്ക് ചെയ്യാനിവിടെ സ്റ്റിക്ക് ചെയ്തു. അതേപോലെ 8 എണ്ണം. 1 ഇളകിപ്പോയല്ലോ. നമുക്ക് ഉറച്ചിരിക്കുന്ന രീതിക്ക് ശരി. 1 2 3 4 5 6 7 8 എടുക്കാം.
ഇനി നമുക്ക് ഇതിങ്ങനെ നിരത്തി വെക്കണം. അതിന് മുമ്പായിട്ട് നമ്മളൊരു പച്ച പേപ്പർ തന്നെ കട്ട് ചെയ്യണം. പച്ച പേപ്പറിന് റൗണ്ടാക്കി എടുക്കണം. രണ്ട് സൈഡിലൊട്ടിക്കാനായിട്ട് റൗണ്ടാക്കി എടുക്കണം. രണ്ട് റൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൽ ഫെവിക്കോൾ ഒട്ടിക്കുകയാണ്. ഇതേപോലെ നിറച്ച് ഫെവിക്കോൾ ഒട്ടിക്കണം. പശ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കണം. ഗ്ലൂ ഗണ്ണാണെങ്കിലും നമുക്ക് ഈസിയാണ്. ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് അറ്റം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഈ സൈഡിലും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എങ്കിലേ അത് ഇളകാതെ ഇരിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ 4 ചുറ്റും കട്ട് ചെയ്യുന്നു, ഒട്ടിക്കുന്നു. ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഒരു റെഡ് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ ചേർക്കാനാണ് ഈ ഗ്രീൻ കളർ സ്റ്റാർ ഉണ്ടാക്കുന്നത്. വീണ്ടും ഒട്ടിക്കുന്നു. വീണ്ടും ഒരു അറ്റം കട്ട് ചെയ്യുന്നു, ഒട്ടിക്കുന്നു. ആ സൈഡാണ് ഒട്ടിക്കാൻ പോകുന്നത്. അത് അല്പം നീങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാ സ്റ്റാറിൻ്റെ ഭാഗങ്ങൾ ഇതിൽ ഒട്ടിക്കാനുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒട്ടിക്കാൻ. ഇനിയുമുണ്ട്. ഒരു അതിഥി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു അതിഥി, ഒരു ഉറുമ്പ്, നിങ്ങളെ കാണാനായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട്. അടുത്ത വീണ്ടും കട്ട് ചെയ്യുന്നു, സ്റ്റാർ ഒട്ടിക്കുന്നു. വീണ്ടും ഒരു സ്റ്റാർ ഒട്ടിച്ചു. നമുക്ക് വേണമെങ്കിൽ 2 3 സ്റ്റാർ ഇതിൽ ചേർക്കാം. സ്റ്റാറിൻ്റെ ഭാഗങ്ങളൂടെ ചേർക്കാം.
ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അതല്പം നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് ഇളകിപ്പോയാൽ നമ്മളത് ഉടനെ തന്നെ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ സൈഡിലത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ പച്ച നിറത്തിൽ തന്നെ ഒരല്പം ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഷീറ്റ് കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇത് തൂക്കിട്ടാൻ കണക്കാക്കി ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഗമ്മെടുത്തിട്ട് നമുക്ക് ഇവിടെയാണ് സൗകര്യം നോക്കിയിട്ട് അതിൻ്റെ ആ ഭാഗത്ത് ഇതിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാൻ പറ്റും. ഇങ്ങനെ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കെട്ടി തൂക്കിയിടാനുള്ള ഒരു നൂല് വേണം. ഇതിലിങ്ങനെ ഒരു നൂല് ഇതിനകത്ത് കൂടെ എടുത്തിട്ട് നമുക്ക് കെട്ടി വയ്ക്കണം. എങ്ങനെ വേണോ കെട്ടുക, ഇതേപോലെ ചുറ്റി കെട്ടാം, കൊളുത്തിട്ടും കെട്ടാം. ഇത് നമുക്ക് അത് ഉറച്ച് വരണേ ഉള്ളൂ. കുറേ കൂടെ കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കും. ആ ഒരു വ്യത്യാസം വരുന്നത് പല നിറത്തിൽ നമ്മളിതുപോലെ സ്റ്റാർ വീടിൻ്റെ ഇടയിലോ സ്കൂളിൻ്റെ ഇടയിലോ കെട്ടിട്ടൊക്കെ വളരെ ഭംഗിയായിരിക്കും. ബൈ.